ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത് വൈകിട്ടാകുമ്പോഴേക്കും നല്ല മഴയും കാറ്റും ഒക്കെ വരുന്നുണ്ടായിരുന്നു. എല്ലാ റൂമിലും ഒരു തിരക്കുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ആറിട്ടത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നി നല്ല മഴയും കാറ്റൊക്കെ വരുന്നുണ്ട്. ഞാനങ്ങനെ കുട്ടീസിനെ വിളിച്ച് നേരെ മുകളിൽ പോയി ആറിട്ടൊക്കെ എടുത്ത് വരുമ്പോഴാട്ടോ അത് നിഷാക്ക വരുന്നുണ്ട്. ഇന്ന് 3 മണിക്ക് ശേഷം ലീവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ലുലുവിൽ പോകാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം റെഡിയായി നിൽക്കണം എന്ന് വിചാരിച്ചു. നിഷാക്ക അവിടെ എത്തിച്ചു വെച്ചു, നിങ്ങളാരും റെഡി ആയില്ലെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ വെറുതെ 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ വേഗം റെഡി ആവട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അങ്ങനെ വേഗം റെഡി ആവാൻ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും പേരും മഴയും കാറ്റും എന്ന് പറഞ്ഞോണം ഭയങ്കര സീനായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴ പെയ്താൽ പിന്നെ ക്യാബൊക്കെ ബുക്കായി വരാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ അതിനും പോയി 10-15 മിനിറ്റ്. പിന്നെ കഷ്ടപ്പെട്ട് ഒരാൾ കണക്ട് ചെയ്ത് എടുത്തതിനോട് ഞങ്ങൾ നേരെ ഇനിതാ ആ ഒരു സ്റ്റൈലിൽ നമ്മൾ ലുലുവിലേക്ക് പോവാണ് കേട്ടോ. മഴ അതിനോട് പുറത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്ര ആൾക്കാരൊന്നും ഉണ്ടായില്ല, എല്ലാവരും മഴയൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടായിരുന്നേ. ഇനിയൊന്നും നോക്കേണ്ട, ഡ്രൈവറെ നേരെ വിട്ടോ ലുലുവിലേക്ക് എന്ന് പറഞ്ഞ മാതിരി നമ്മളിതാ ലുലുവിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴയൊക്കെ അല്ലേ, പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് ഡേ ഒക്കെ അതിനോട് അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് തെറ്റി, പാടെ തെറ്റി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ലുലു എന്ന് പറയുമ്പോൾ എപ്പോഴും ഞങ്ങൾ പോക്ക് ഒരുപാട് ആളിടയിലേക്ക്. ഇപ്പോൾ ബാക്ക് ടു സ്കൂളൊക്കെ തുടങ്ങിയതിനോട് കുട്ടികൾക്കുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ ഒരുപാട് പാരൻസ് ഉണ്ടായിരുന്നേ. ഞങ്ങൾ വരുമ്പോൾ താഴെയൊക്കെ നല്ല ചളി ഉണ്ടായിരുന്നു, ഭയങ്കര വെള്ളം, മഴ പെട്ടെന്ന് പെയ്തതാണല്ലോ. അങ്ങനെ അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നിട്ടുണ്ടായി. ഇതിന് മുമ്പ് ഒരു 3 കൊല്ലം മുമ്പാണ് ഉമ്മച്ചിയൊക്കെ വന്ന സമയത്ത് നമ്മൾ ലുലുവിൽ ഈ ഭാഗത്തൊക്കെ നിൽക്കുകയും കുറേ ഫോട്ടോസൊക്കെ എടുക്കുക. അന്ന് ഇത് ഏകദേശം ഇതിൻ്റെ എൻട്രി ആയിട്ടേ ഉള്ളായിരുന്നു തോന്നും, ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ആയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഈ ഭാഗമൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ കാറിൽ വരുന്നതിനോട് നേരെ ബേസ്മെൻറ്റിൽ പോയിട്ട് അവിടുന്ന് നേരെ ലിഫ്റ്റ് കയറി അങ്ങനെ മുകളിലേക്ക് എത്താറ്. അപ്പോൾ ഈ ഭാഗമൊന്നും അങ്ങനെ കാണാറില്ല. ഇപ്രാവശ്യം കണ്ടപ്പോൾ ഒരു സന്തോഷം, കാരണം ഇവിടെയൊക്കെ ഒന്ന് വേണമല്ലോ കാണാനെന്ന്. നമ്മൾ ഹൈസാപ്പിനെ കണ്ടാലറിയാം വീട്ടിലിടുന്ന സാധാ ചെരുപ്പും ചവിട്ടിട്ടാട്ടോ ലുലുവിലേക്ക് വന്നത്. കാരണം ആ സ്റ്റോണുള്ള ടൈപ്പ് ഷൂ അവൾ ചവിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും വന്നല്ല, മാക്സ് കയറി ഒരു ഷൂ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മിഷുപ്പിനെ കണ്ട് നേരെ ഫൺ ടൂറിൻ്റെ ഇതിലേക്കാണ് പോയത്. പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പം അവിടെ എല്ലോടെ അല്ലാന്ന്, വെറുതെ പറഞ്ഞതാട്ടോ, അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങുമോ. പിന്നെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഇനി അകത്തേക്ക് കിട്ടും. ഞാൻ അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അവിടുന്ന് ആ ചേച്ചി എന്നോട് പറയാം വീഡിയോഗ്രാഫി അല്ലോടെ അല്ല എന്ന്. അപ്പോൾ പിന്നെ പോയി ആയിക്കോട്ടെ കുഴപ്പമില്ല, കാരണം അത് കഴിഞ്ഞിട്ട് എടുക്കാമല്ലോ. ഇനി അവർ കന്നഡയിലും പറഞ്ഞ് ഞാൻ മലയാളത്തിലും പറഞ്ഞ് മനസ്സിലാവാണ്ട് ആകെ ഒരു കൺഫ്യൂഷൻ വേണ്ടെന്ന് വെച്ചിട്ട് സാരല്ലേ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. ഇനി നേരെ ഞങ്ങൾക്ക് മാക്സിലേക്കാണ് പോകേണ്ടത്. ഹൈസക്ക് ഒരു ഷൂ വാങ്ങണം. ഷെടാ ഈ ചേച്ചിൻ്റെ തന്നെ ആരോ കസിൻ പോലെ അവരും പറയാം മാക്സിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ എന്താ ഇപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ എന്താ അവർക്ക് നഷ്ടം, നമുക്ക് അവർ പ്രോഡക്റ്റ്സൊക്കെ ഒന്നും കാണിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, സാരമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യം അവിടെ പോയിട്ട് ഒരു ഷൂ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാത്രം ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. ഒരു ഷൂവും പിന്നെ കുറച്ച് 2-3 സാധനങ്ങളും കുഞ്ഞിന് മേടിക്കാനുണ്ടായിരുന്നു. ജീൻസൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഹൈസ നമ്മൾ ഇതിന് മുമ്പ് ഒരു സ്വാമി സാറ് നമുക്ക് ഗിഫ്റ്റ് തന്ന ആ ഒരു ജീൻസ് മാത്രമായിട്ടാണ് ഹൈസക്കുള്ള. ഇപ്പം ഞാൻ 2-3 എണ്ണം കൂടി വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിഷൂപ്പി ആണെങ്കിൽ ഇഷ്ടപ്പെട്ട എന്ത് കാണുമ്പോഴും അവിടെ അങ്ങ് സ്റ്റെക്കായി പോവാട്ടോ ചെയ്തത്. നമ്മുടെ ഹൈസാപ്പ് പുതിയ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഇട്ട് നേരെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ കയറുമ്പോൾ ആദ്യമൊക്കെ എനിക്കൊക്കെ പേടിയുള്ള മാതിരി മിഷൂപ്പിക്കൊന്നും ഇപ്പോൾ ഒരു പേടിയുമില്ല, ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാനിതാ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാനും ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഒരു 10 മിനിറ്റ് നിൽക്കാറുണ്ട്. കാരണം നല്ല സ്മെല്ലായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അവിടെ ഒരു ബ്ലൂ ഷെയ്ഡായിരുന്നു, അതിപ്പോൾ തിരിച്ച് മാറി ഇത് പിങ്ക് ഷെയ്ഡ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. ഇവിടുത്തെ പെർഫ്യൂം ബാക്കിയുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പാണ്. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ടായിരുന്നേ. നമ്മൾ ഈ ഷൂ പിന്നെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഊരി ഇടുക എന്നുള്ളത് നമ്മളൊരു ശീലമാണ് കേട്ടോ. ചെരുപ്പ് ഇടുക അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഹൈസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബാക്ക് ടു സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ അവിടെ എത്തിയപ്പോൾ ഹൈപ്പറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഉള്ള ആളുകളാട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുട്ടികൾക്ക് ബാഗും മറ്റു ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. മിഷുപ്പി കുറേ അവിടുന്ന് ബാഗ് മേടിക്കാൻ വേണ്ടി കളിച്ചിട്ടുണ്ട്. നമ്മൾ 2 പ്രാവശ്യം അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്രാവശ്യത്തെ നാട്ടിൽ നിന്ന് മേടിക്കാമെന്ന്. അങ്ങനെ ഗിഫ്റ്റായിട്ട് കാറൊക്കെ ഉണ്ട്. നമ്മൾ നല്ല പേർച്ചേസൊക്കെ ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ ഭാഗ്യവാൻ ആരാന്ന് അറിയില്ലല്ലോ. അങ്ങനെ നേരെ കയറി ഉമ്മച്ചിക്ക് വേണ്ട 2-3 സാധനങ്ങൾ മേടിച്ച്. ആദ്യമൊക്കെ ഈ പാമ്പേഴ്സിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ അയ്യോ എടുക്കണമല്ലോ എന്നാണ്. ഇപ്പോൾ ആ ഒരു മൈൻഡ് ഇല്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയമൊക്കെ കുറച്ച് വലിയ കുട്ടിയായതിനു ശേഷം പിന്നെ പാമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല. പിന്നെ ഹൈസക്ക് 2-3 സോപ്പ് അങ്ങനത്തെ ഐറ്റംസ്, ലോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിൻ്റെ ആ ഭാഗത്ത് ഭയങ്കര തിരക്കായിരുന്നു, അങ്ങോട്ട് പോകാനേ കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഭാഗം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഇതെന്താണെന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ ചക്കയൊക്കെ നമ്മളെ നാട്ടിൽ
നാട്ടിലുള്ള ആ ഒരു സാധനമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ നിന്നു. പിന്നെ അവിടുത്തെ പച്ചക്കറീൻ്റെ ആ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. കാരണം ഫുള്ളും അവിടെ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിട്ട് തന്നെ കാണാം. ഇതുവരെ ഒഴിഞ്ഞ ആ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് പ്രിങ്കിൾസൊക്കെ മേടിച്ചു. വിഷുപ്പിക്ക് ഈ പ്രിങ്കിൾസ് വേണം. നമ്മൾ നാട്ടിലേക്ക് വിളിച്ച് ആദ്യം നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം പറയാം എനിക്ക് പ്രിങ്കിൾസാണ് മാമി വേണ്ടതെന്നാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേഗം അവന് പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിക്കാനുണ്ടാവുള്ളൂ. ഇതിന് മുമ്പ് ഒരു ഷോപ്പിംഗ് നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്തതിനോട് അത്ര ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല ഞാൻ. പിന്നെ മാംഗോ ഫെസ്റ്റ് നടക്കുന്നിടത്ത് പോയിട്ട് മൊത്തത്തിലൊന്ന് കണ്ടു. അവിടെ മൊത്തത്തിലൊരു യെല്ലോ ഷെയ്ഡായിരുന്നേ. മൊത്തം ഒന്ന് കണ്ട് നിഷാക്ക എല്ലാവരും മാങ്ങ എടുക്കുന്നു നോക്കുന്നു. അവർക്കൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. സ്മെല്ലുണ്ടോ നോക്കുന്നുണ്ട്, പക്ഷെ നല്ല സ്മെല്ലിലൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ചില മാങ്ങക്ക് അത്ര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനെന്താക്കി ഇവലൊക്കെ ചെയ്യുമ്പോൾ ഇനി നമുക്കൊന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും എടുത്ത്, അതായത് എന്തെങ്കിലും ഒക്കെ അറിയുന്ന ആൾക്കാരാണെന്ന് അവർ വിചാരിച്ചോട്ടെന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ പോയത് കേക്കിൻ്റെ ഒക്കെ ആ ഭാഗത്തേക്കാണ്. മിഷുപ്പിക്ക് ഈ കേക്ക് കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഇവിടുന്ന് ഒരു വിഷമം വരാനായിട്ട് കേക്കൊക്കെ മേടിക്കണം എന്നുള്ള ഒരു ധാരണ. പിന്നെ കുറച്ച് മിഠായിയൊക്കെ എടുത്ത് നമ്മൾ കുട്ടീസൊക്കെ ഉള്ളതല്ലേ എന്ന് വെച്ചാൽ കുറച്ച് മിഠായിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിൻ്റെ അടുത്ത് പോയപ്പോൾ ഇപ്രാവശ്യം പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്ക്സൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാത്തിനും വേറെ വേറെ മോഡലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രൂട്ട്സിനൊക്കെ അതിൻ്റെ ഷേപ്പിലുള്ള ഒരുപാട് കേക്ക്സൊക്കെയാണ് അതിൽ ഞാൻ കണ്ടത്. നമുക്കും കാണുമ്പോൾ ഒരു കൊതിയൊക്കെ തോന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്രയും ഫുള്ളും മേടിച്ചിട്ട് ആര് കഴിക്കാനാന്ന് വിചാരിച്ചിട്ട് വിഷുപ്പ് വേണമെങ്കിൽ ഒറ്റ കഴിക്കും കേട്ടോ, കൊടുക്കുന്നത് ശരിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചിട്ടുണ്ടായില്ല. അതിലൊരു പീസൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് പീസ് കേക്ക് ഒരു കഷ്ണം മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബില്ലിംഗ് സെക്ഷനാണ് കേട്ടോ. നിഷാക്ക എന്നോട് എപ്പോൾ പറയും ഇവിടെ എപ്പോൾ ലുലുവിൽ വന്നാലും ഈ നല്ലൊരു എമൗണ്ട് പൊട്ടിക്കും. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല കുറച്ച് സാധനം മേടിച്ചു. ഒന്നാമത് നമ്മൾ വണ്ടിയിലല്ല ബസ്സിൽ പോയതിനോണ്ട് അവിടെ പൊതുവേ നിഷാക്ക അവിടെ വണ്ടി ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഇവിടുന്ന് ബസ്സിന് പോക്ക്. ഇപ്രാവശ്യം വണ്ടി ഇല്ലേനും, അതുകൊണ്ട് നമ്മൾ ബസ്സിൽ തന്നെ പോയി. പിന്നെ അവിടുന്ന് ക്യാബാണ് മൊത്തത്തിൽ ബുക്ക് ചെയ്ത്. അങ്ങനത്തെ ഒരു കളികളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം മേടിച്ച സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. കുഞ്ഞനുള്ള ഐറ്റംസാണ് കുറച്ച് കൂടുതലും മേടിച്ചത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിതാ ആ കാറിൻ്റെ ആ ഒരു ഭാഗ്യവാൻ ആരാന്ന് അറിയട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ വെറുതെ ഒരു പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. പറയാൻ പറ്റില്ലല്ലോ ഭാഗ്യം ഏത് വഴിക്കാണ് വരികയെന്ന്. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് ആവും. മിഷുപ്പിക്ക് ഒരു ബർഗർ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ബർഗർ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മിഷുപ്പിക്ക് ഒരു ബർഗർ മേടിച്ച് കൊടുത്തു, നല്ലൊരു പെപ്സിയും മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് മിഷുപ്പി ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ഈവനിങ് നമുക്ക് ഇത്ര ഒരു സമയത്തിൽ തീർന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ മൊത്തത്തിൽ ലുലുവൊക്കെ അങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നേരെ പോകണം. ഏകദേശം സമയം അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മഴയും കണ്ട് ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന്, കാരണം വണ്ടി കിട്ടണ്ടേ. അങ്ങനെ എല്ലാവരും നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഞാൻ വെച്ച് ഓട്ടോ വേഗം നോക്കാം.